യഹോവ എൻ്റെ ഇടയനാകുന്നു. ആമേൻ. എനിക്ക് മുട്ടുണ്ടാകത്തില്ല. പക്ഷേ ഒരു കാര്യം, യഹോവ തന്നെ ഇടയനായിരിക്കണം. യഥാർത്ഥമായിട്ടും നിത്യതയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ നല്ല ഇടയന് നാം കീഴ്പ്പെടണം. ഒരു ശിഷ്യനായി തീരണം, ഒരു വിശ്വാസിയായി തീരാനല്ല സ്വർഗം നമ്മളെ വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരമൊക്കെ ഒന്ന് അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആമേൻ. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വളരെ പ്രതീക്ഷയോടായിരിക്കണം. ആമേൻ. ദൈവം നമ്മളോട് സംസാരിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മളെ ജീവിപ്പിക്കുന്ന ദൈവമാണ്. ദൈവം നമുക്ക് ശക്തി തരുന്ന ദൈവമാണ്. ആമേൻ. വിശ്വസിക്കുന്ന ഒരു ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യുക. ആമേൻ. പ്രതീക്ഷയോടെ നാം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ആമേൻ. ഞാൻ വളരെ പ്രതീക്ഷയോടെ വന്നിരിക്കുന്നത്. കർത്താവ് എന്തെങ്കിലും എനിക്ക് തരണം, സംസാരിക്കണമെങ്കിൽ. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ദൈവസന്നിധിയിൽ സഭയോട് എന്തുവാണ് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം, എന്തുവാണ് ഞാൻ പറയേണ്ടതെന്ന് ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പം വരെയും ചോദിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യുന്നതാ ദൈവത്തിന് ഇഷ്ടം. ആമേൻ. ഒരു ദൈവ പൈതലിനെ ദൈവം വിളിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അത് വിശ്വസിക്കുന്നവരിന്ന് കരമടിച്ച് ദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം. ദൈവം നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ആത്മീക ജീവൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അതാണ് നമ്മളെ ലോക മനുഷ്യരുമായിട്ട് വ്യത്യസ്തരാക്കുന്നത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇവിടെ ഒരു വ്യത്യസ്തനായിരിക്കുന്നത് എന്നിൽ എൻ്റെ കർത്താവ് വേർതിരിച്ച് പകർന്ന ഒരു ജീവനുണ്ട്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആ യേശുവ എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അവനെക്കുറിച്ച് പറയാനാ. ആമേൻ. സ്തോത്രം. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന വിഷയം യേശു നല്ല ഇടയൻ. ആടിനു വേണ്ടി ജീവൻ കൊടുത്ത നല്ല ഇടയനായ യേശു. നമുക്കറിയാം യോഹന്നാൻ സുവിശേഷത്തിൽ 7 ഞാനാകുന്നു എന്നുള്ള പ്രസ്താവനകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിൽ 2 പ്രസ്താവനകൾ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലുണ്ട്. ആമേൻ. 10-ാം അധ്യായത്തിൽ നിന്നുകൊണ്ടും 15-ാം അധ്യായത്തിൽ നിന്നുകൊണ്ടും ഹല്ലേലൂയ ഞാൻ വചനം ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു പിതാവ്. വന്നതു മുതൽ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ കുറിച്ചൊക്കെ ഞങ്ങൾ കേട്ടു. പാട്ടുകളിലൂടെ കേട്ടു, പ്രാർത്ഥനകളിലൂടെ കേട്ടു. അപ്പാ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. യേശു ജീവിക്കുന്നത് കൊണ്ടാ ഇന്നിവിടെ പ്രസംഗം. യേശു ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചതുകൊണ്ടാ കർത്താവേ ഈ പ്രസംഗം, ഹല്ലേലൂയ, എനിക്കിവിടെ നിൽക്കാൻ കഴിയുന്നത്. ദൈവകരങ്ങളിലേക്ക് എന്നെ സമർപ്പിക്കുന്നു. കടന്നു വന്നവരെ എല്ലാവരെയും ഏൽപ്പിക്കുന്നു. വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. വചനം ചലിക്കണമേ. ആത്മാവിൻ്റെ ശക്തി വ്യാപരിക്കണമേ. ഹല്ലേലൂയ. ഇടയൻ്റെ ശബ്ദത്തിനായിട്ട്, യേശുവിൻ്റെ ശബ്ദത്തിനായിട്ട് ഞങ്ങൾ കാതു കോർക്കുന്നു പിതാവേ. കേൾപ്പിക്കണമേ, ഞങ്ങളോട് സംസാരിക്കണമേ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ സ്വർഗീയ പിതാവേ, ആമേൻ. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളെ വായിക്കാം. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിലിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. വാതിലിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു. തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. അന്യന്മാരുടെ ശബ്ദം അറിയായക കൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വളരെ സുപരിചിതമായ ദൈവം വചനമാണ്. എല്ലാ വചനങ്ങളും ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്കെല്ലാം അറിയാം. എന്നാൽ ഈ വചനം നിങ്ങൾ ധ്യാനിക്കുമ്പോൾ
ഈ വചനം നിങ്ങളോട് സംസാരിക്കുന്ന ഈ വചനം തന്നെ വേറെ ഒരാൾ പ്രസംഗിച്ച വേറെ ഒരു അർത്ഥത്തിൽ പ്രസംഗിക്കുവാൻ, ബിക്കോസ് ദൈവത്തിൻ്റെ വചനം അത്ര മാധുര്യമുള്ളതാ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള വാക്യശകലങ്ങളാണ്. ഹല്ലേലൂയ. അതിൻ്റെ 3-ാമത്തെ വാക്യം തൊട്ട് അവന് ഒന്നുതൊട്ട് പറയുന്നെന്തുവാ? ആമേൻ ആമേൻ. ആരാ ഇത് പറയുന്നത്? തിരുവചനത്തിൽ ഹല്ലേലൂയ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നതുണ്ട്. ഇത് ഹല്ലേലൂയ ദൈവത്തിൻ്റെ ജഡാവതാരം എടുത്ത യേശു ക്രിസ്തു സാക്ഷാൽ ദൈവത്തിൻ്റെ പുത്രൻ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനയാണ്. ആമേൻ ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിലിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. നമുക്കിത് കാണണമെന്നുണ്ടെങ്കിൽ 9-ാം അധ്യായത്തിൻ്റെ അവസാനം പരീശന്മാര് കർത്താവിനെ വിശ്വസിക്കാത്തത് നമുക്ക് കാണാൻ പറ്റും. 9-ന്റെ ലാസ്റ്റ് ഒന്ന് വായിച്ചാട്ട്. എന്നിട്ട് ഈ 10 വരുമ്പോഴേ ഇത് മനസ്സിലാകത്തുള്ളൂ എന്തുകൊണ്ടാണ് യേശു ഇങ്ങനെ പറയുന്നതെന്ന്. ഹല്ലേലൂയ. 9-ന്റെ ലാസ്റ്റ് 41. യേശു അവരോട്, നിങ്ങൾ കുരുടരായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു. എന്നാൽ ഞങ്ങൾ വായിച്ചാട്. യേശു അവരോട്, നിങ്ങൾ കുരുടരായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു. എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങളുടെ പാപം നിൽക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അത് അവിടെ നമ്മൾ തള്ളിക്കളയല്ലേ. നമ്മൾ കുരുടരായിരുന്നെങ്കിൽ, നമ്മൾ യേശുവിനെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ, ആമേൻ, അറിഞ്ഞവരോടാണ് ഞാൻ പറയുന്നത്, നമുക്ക് പാപമില്ലായിരുന്നു. യേശുവിനെ അറിഞ്ഞെങ്കിൽ യേശു പറയുന്നത് പോലെ ജീവിക്കാൻ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. വിശ്വസിക്കുന്ന ഒരു ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. ദൈവം നമ്മളോട് കൂടുതൽ ചോദിക്കും. ദൈവം എന്നോട് കൂടുതൽ ചോദിക്കും. ഈ വചനവുമായിട്ട് ഞാനിവിടെ നിൽക്കുന്നെങ്കിൽ എനിക്ക് അടി കൂടുതലാ. ആമേൻ. എനിക്ക് ഉത്തരവാദിത്വം കൂടുതലാ. മാതൃകയോടെ ജീവിപ്പാൻ, യേശുവിനെ പിൻപറ്റാൻ, യേശുവിൻ്റെ പുറകെ പോകുവാൻ എനിക്ക് ഉത്തരവാദിത്വം കൂടുതലാ. ഹല്ലേലൂയ. ഞാൻ കുരുടനല്ല, സത്യം മനസ്സിലാക്കിയവനാ. യേശുവിനെ ഞാൻ അറിഞ്ഞവനാ. ഹല്ലേലൂയ. എനിക്ക് ആ പ്രശ്നം കൂടുതൽ. ഹല്ലേലൂയ. ന്യായപ്രമാണം കലക്കി അതിനെ പഠിച്ച് നിൽക്കുന്ന പരീശന്മാരെ യേശുവിനെ വിശ്വസിച്ചില്ല. ദൈവത്തിൻ്റെ പുത്രൻ ഈ ഭൂമിയിൽ വന്നപ്പോൾ അവന് യേശുവിനെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മേളോട് നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. ആ അധ്യായത്തിൽ ഒരു കുരുടനെ യേശു സൗഖ്യമാക്കുന്നുണ്ട്. കുരുടനെ സൗഖ്യമാക്കിയിട്ട് ഹല്ലേലൂയ സ്തോത്രം ദേവാലയത്തിൽ ചെന്ന് പരീശന്മാരെ കാണുമ്പോൾ പരീശന്മാർ ചോദിക്കുന്നുണ്ട്, ആരാ നിന്നെ സൗഖ്യമാക്കിയെന്ന്. കുരുടൻ പറയുന്നുണ്ട്, എന്നെ യേശു എന്ന് പറഞ്ഞ ഒരാൾ സൗഖ്യമാക്കി. കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പല ക്വസ്റ്റ്യൻസ് അദ്ദേഹത്തോട് ചോദിക്കുന്നു, നീ കുരുടനായിരുന്നോ? മാതാപിതാക്കളെ വിളിച്ചു ചോദിക്കുന്നുണ്ട്, അവൻ കുരുടനായിരുന്നു. ആ കുരുടനെ സൗഖ്യമാക്കിയത് വിശ്വസിക്കാൻ പരീശന്മാർക്ക് കഴിഞ്ഞില്ല. ദൈവപ്രവൃത്തിയെ വിശ്വസിക്കുവാൻ പരീശന്മാർക്ക് കഴിഞ്ഞില്ല. അത് കഴിഞ്ഞിട്ടാണ് അവനോട് ചോദിക്കുന്നുണ്ട്, നീ പൂർണ്ണമായും പാപത്തിൽ പിറന്നവൻ. ഞങ്ങൾ യേശുവിൻ്റെ ശിഷ്യന്മാരല്ല, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാ. ആമേൻ. ഹല്ലേലൂയ. യഥാർത്ഥ ദൈവപുത്രൻ ഭൂമിയിൽ അവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ജഡാവതാരമായിട്ട് വന്ന് സകല ന്യായപ്രമാണങ്ങളും പുത്രൻ വരുമെന്ന് എഴുതി വെച്ചിട്ടുള്ളപ്പോൾ പരീശന്മാര് എല്ലാം പഠിച്ചു, എല്ലാം മനസ്സിലാക്കി. എന്നാൽ യഥാർത്ഥമായിട്ട് യേശുവിനെ മനസ്സിലാക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ആമേൻ. നമ്മുടെ കണ്ണ് ദൈവം തുറപ്പിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്തിനു വേണ്ടിയാ നാം ജീവിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലന്മാര് നമുക്കറിയാം, അന്ത്യോക്യയിൽ ആരെയാ ക്രിസ്ത്യാനികളെന്ന് വിളിച്ചത്? ഒന്ന് വായിച്ചാട്ട്. 11:26 അപ്പോസ്തല പ്രവൃത്തികൾ. ആരെയാ ക്രിസ്ത്യാനികളെന്ന് വിളിച്ചത്? വിശ്വാസികളെന്നല്ല, നമ്മളെ ശിഷ്യന്മാരായിട്ടാണ് യേശു വിളിച്ചിരിക്കുന്നത്. ആമേൻ. വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 11:26. അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് എന്താ പേര് കിട്ടിയേ? ക്രിസ്ത്യാനികൾ. അപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ക്രിസ്ത്യാനികളാണോ? ആമേൻ. സന്തോഷമുള്ളവരൊന്ന് കരമോ ഒന്ന് ഉയർത്തി ദൈവത്തിന് സ്തോത്രേ. നമ്മളെല്ലാവരും ക്രിസ്ത്യാനികളാണോ? ആമേൻ. ഒരു മാത്യുവിന് പിറന്നാല്, ഞാൻ ഒരു PM ഫിലിപ്പിന് പിറന്നാൽ ഞാൻ ക്രിസ്ത്യാനിയാകുമോ? ആകുമോ? ഇല്ല. ഞാൻ യേശുവിൻ്റെ ഹല്ലേലൂയ വഴികൾ ഫോളോ ചെയ്യണം. ഞാൻ അവനെ പിന്തുടരും. ഞാൻ ആടിൻ്റെ പുറകെ, ഞാൻ ഇടയൻ്റെ പുറകെ ഞാൻ പോകണം.
അവൻ്റെ സകല വഴികളും, അവൻ പറഞ്ഞിരിക്കുന്ന കൽപ്പനകളെ ഞാൻ അനുസരിക്കുമ്പോൾ മാത്രമേ എനിക്കൊരു ശിഷ്യനായി തീരാൻ പറ്റത്തുള്ളൂ. ഞാനിങ്ങനെ പറയും, വിശ്വാസിയാകാൻ പറ്റും, വിശ്വസിക്കാൻ പറ്റും, യേശുവിൽ ഒരു വിശ്വാസിയായിട്ട് ജീവിക്കാൻ പറ്റും. ശിഷ്യനാകണമെങ്കിൽ വേറെ കളിയാ. ആമേൻ, ഹല്ലേലൂയ. ശിഷ്യനാകാനാ നമ്മളെ വിളിച്ചിരിക്കുന്നത്, അഭ്യാസം കാണിക്കാനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. ശിഷ്യനാകാനാ നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആമേൻ. ബി എ ഡിസൈപ്പിൾ ഓഫ് ജീസസ്. ഹല്ലേലൂയ. ധൈര്യത്തോടെ പറയണം. ആമേൻ. അതിന് വില കൊടുക്കണം, അതിന് ഇടയന്റെ പുറകെ പോകണം. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ച് യാഗമായി ഇഞ്ചിഞ്ചായിട്ട് മരിച്ച, എനിക്ക് വേണ്ടി ജീവൻ തരുവാൻ ക്രൂശിൽ മരിച്ച യേശുവിന്റെ ശിഷ്യനാകണം. അവന്റെ ശബ്ദം ഞാൻ നിരന്തരം കേൾക്കണം. ഇതാ ദൈവം എന്നോട് സംസാരിച്ചത്. ദൈവം ഇന്നും എന്നെ പണിതുകൊണ്ടിരിക്കുക. ജീവിതത്തിൽ ഞാൻ പെർഫെക്റ്റ് ആണെന്ന് പറയുന്നില്ല. ദൈവം എന്നെ പണിത് കൊണ്ടിരിക്കുക. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുക, യഥാർത്ഥമായിട്ടും നിത്യതയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ നല്ല ഇടയന് നാം കീഴ്പ്പെടണം. ഒരു ശിഷ്യനായി തീരണം, ഒരു വിശ്വാസിയായി തീരാനല്ല സ്വർഗം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ തെറ്റിദ്ധാരണകൾ മാറ്റ്. ഹല്ലേലൂയ. നമ്മൾ ഈ സീലിംഗിന്റെ മേളിൽ പോകത്തില്ല. ജീസസ്. ഹല്ലേലൂയ. ഈ ബിൽഡിംഗ് അല്ല നമ്മുടെ ആധാരം, ബൈബിളാണ് നമ്മുടെ ആധാരം. ആമേൻ. ഞാൻ ഇങ്ങനെ പറയും, ഹല്ലേലൂയ, ലൗകിക സഭ കാണാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് ഇൻവിസിബിൾ. ലോകപ്രകാരമുള്ള യേശുവിന്റെ ശരീരമാകുന്ന സഭ കാണാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് ഇൻവിസിബിൾ. നമ്മളോട് തന്നെ ചോദിക്കുക, ആർ യു ദ പാർട്ട് ഓഫ് ദാറ്റ് ഇൻവിസിബിൾ ചർച്ച്? യേശു അതിന്റെ തല, നമ്മൾ അതിന്റെ ശരീരങ്ങളാ. പ്രൈസ് ദി ലോർഡ്. ഉറപ്പിക്കണം, ഞാൻ ആ ശരീരത്തിന്റെ ഭാഗമാണോ? പ്രൈസ് ദി ലോർഡ്. ആ തലയോട് എനിക്ക് വിധേയത്വമുണ്ടോ? എന്തെങ്കിലും കേട്ടിട്ട്, ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് പോകുന്നതല്ല ക്രിസ്തീയ ജീവിതം. വചനം എന്തുവാ പറയുന്നത്? വാട്ട് ദ വേർഡ് ഓഫ് ഗോഡ് സേ. എന്തുവാ വചനം പറയുന്നത്? ഒരു നേതാവിന്റെ പുറകെ പോകുന്നതല്ല, നമ്മുടെ നേതാവ് യേശു ക്രിസ്തുവാ. ആമേൻ. പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ. സകലതും സഹിച്ചവന് കാൽവറി കൊലക്കളത്തില്, ആമീൻ, ഇഞ്ചിഞ്ചായിട്ട് ക്രൂശിക്കപ്പെട്ടിട്ട് ഒടുവിൽ പറഞ്ഞു, ഇനി ഒന്നുമില്ല. രണ്ട് കൈയും മലർത്തി അങ്ങ് പറഞ്ഞു, ഇനി എനിക്ക് ഒഴുക്കുവാനൊന്നുമില്ല. എൻ്റെ ജീവൻ, എൻ്റെ വിലയേറിയ ജീവൻ, സകലതും എൻ്റെ അവസാന തുള്ളി രക്തം ഞാൻ കാൽവറിയിൽ നിങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞു. ഇതാ സകലതും പൂർത്തിയായി. അതുകൊണ്ടാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. കൊളോസ്യ ലേഖനത്തിൽ പറയുന്നത് പോലെ അവൻ ശത്രുവായ പിശാചിന്റെ തലയെ തകർത്തു. കാൽവറിയിൽ അവന്റെ മേൽ ജയോത്സവം കൊണ്ടാടി. അവൻ മരണത്തെ ജയിച്ചു. പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ. ആമേൻ. ആ വാക്യത്തിലേക്ക് നമുക്ക് വരാം. പ്രൈസ് ലോർഡ്. വാതിലിലൂടെ കടക്കുന്നവനോ, ഇതിനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റാ, ഞാൻ വാതിലാകുന്നു. പ്രൈസ് യുവർ ലോർഡ്. ആമേൻ. നമുക്ക് രക്ഷയൊന്നും ഇപ്പോൾ ഓർമ്മ പോലുമില്ല. പലരുടെയും ചിന്ത, മേളിൽ നിന്ന് ഞാനിങ്ങനെ കെട്ടിയിറങ്ങി വന്ന വിശുദ്ധനാ. എനിക്കറിയാം, ഹല്ലേലൂയ, നാറ്റം പമിച്ച ബിനൂനെ എനിക്കറിയാം. ആരും വേണ്ടാതെ, ഹല്ലേലൂയ, തകർന്ന ഒരു വിലയുമില്ലാത്ത എന്നെ വില തന്ന് ആ വാതിലിലൂടെ ഞാൻ കയറിയത് കൊണ്ടാ എനിക്കിന്നീ വില. ഇവിടെ ഇരിക്കുന്ന പല ആളുകൾക്കും വില ആ വാതിലിലൂടെ, ആ യേശു എന്ന വാതിലിലൂടെ പ്രവേശിച്ചത് കൊണ്ട് വില കിട്ടിയവരാ ഇവിടെ ഇരിക്കുന്നത്. അല്ലാത്തവരിവിടെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആ വാതിലിലൂടെ കയറിയത് കൊണ്ടാ രക്ഷപ്പെട്ടത്. ആമേൻ. മറ്റൊരുവനിലും രക്ഷയില്ല. ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ നാം രക്ഷിക്കുവാൻ ഏകനാമം കർത്താവായ യേശുവിന്റെ നാമം മാത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാ പ്രാഗൽഭ്യത്തോടെ പറയുന്നത്, അനുഭവമാ. ആമേൻ. യേശുവിനാൽ നയിക്കപ്പെട്ട ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഒരു 5 മിനിറ്റ് പറയണം എനിക്ക്. കഴിഞ്ഞ ദിവസം വില്യം പാസ്റ്ററിനോട് പറഞ്ഞു ഒരു ചെറിയ സാക്ഷ്യം. ആമേൻ. ഒരു മർത്തോമാ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ മാതാവിൻ്റെ നെഞ്ചത്തടി കേട്ടാണ് ഞാൻ വളർന്നത്. ആമേൻ. യേശുവാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നായകനായിരുന്നു. എല്ലാ തലങ്ങളിലും ഞങ്ങളെ നടത്തിയത് യേശുവാ. എൻ്റെ മമ്മി, എൻ്റെ ഡാഡി നിത്യതയിൽ പ്രസംഗിക്കുന്നു. എൻ്റെ മമ്മി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയായിരുന്നു.
ആമേൻ. അന്ന് എനിക്കിഷ്ടമല്ല ഞാൻ ലോകപ്രകാരം ജീവിക്കുക. യേശുവിനെ ഞാൻ ഗൾഫിൽ പോയിട്ടാണ് കണ്ടുമുട്ടിയത്. പക്ഷെ ഇന്ന് എനിക്ക് എൻ്റെ മാതാവ് കൂടെ ഉണ്ടെന്ന് കൊതിവുണ്ട്. ആമേൻ, പ്രൈസ് ദ ലോർഡ്. യേശുവിൽ എന്നെ നയിച്ചത് എൻ്റെ മാതാവാണ്. ആമേൻ. ഇന്നും ആ ഓർമ്മകൾ ഞാൻ ചോദിക്കാറുണ്ട്. എൻ്റെ കർത്താവിനോട് ഞാൻ ചോദിക്കാറുണ്ട്, എൻ്റെ മാതാവിൻ്റെ പല പ്രാർത്ഥനകൾക്കും ഇനി ഉത്തരം വരാനുണ്ടല്ലോ. ദൈവം ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചു, ജീവൻ്റെ പുസ്തകത്തിൽ എൻ്റെ പേരെഴുതി. ഹല്ലേലൂയ. ഈ നല്ല കർത്താവിനെ കാണുവാൻ മുഖാന്തരമായ എൻ്റെ മാതാവിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പല പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോൾ നല്ല ഒരു ക്രിസ്തീയ അടിസ്ഥാനം, യേശുവാണ് നിന്നെ രക്ഷിക്കുന്നതെന്ന്, ഹല്ലേലൂയ, യേശുവിൽ നീ ആശ്രയിച്ചില്ലെങ്കിൽ മുടിഞ്ഞു പോകുമെന്ന് പറഞ്ഞെന്നെ പഠിപ്പിച്ചത്, എന്നെ വളർത്തിയത് എൻ്റെ മാതാവാ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അന്ന് കിട്ടിയ, ഹല്ലേലൂയ, അന്ന് ഉള്ളി കയറിയതാ, അന്ന് കാണും പ്രിയ മാതാവിൻ്റെ പ്രാർത്ഥന. ആ നെഞ്ചത്തടി ഇന്നും എനിക്ക് കേൾക്കാം, ഇന്നും എൻ്റെ കാതുകളിൽ കേൾക്കാം. ആ കണ്ണുനീര് ഞാൻ കണ്ടിട്ടുണ്ട്, ആ നിലവിളി ഞാൻ കേട്ടിട്ടുണ്ട്. ആമേൻ. ക്രിസ്തീയ ജീവിതം അനുഭവത്തിൻ്റെ ജീവിതമാ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് കേട്ടതുപോലെ നിന്റെ പേര് മാറ്റുന്ന, ഹല്ലേലൂയ, ഒരു രീതിയല്ല. യേശുവിൽ വരുമ്പം നിന്റെ സ്വഭാവം മാറുന്നതാ. ആമേൻ. നിന്നിൽ മാറ്റം വരുന്നതാ ക്രിസ്തീയ ജീവിതം. ഇവിടെ എന്തെങ്കിലും വെട്ടിപ്പിടിക്കാനല്ല സ്വർഗം നമ്മളെ വിളിച്ചിരിക്കുന്നത്, ആ പരമവിളിയിൽ എത്തിച്ചേരുവാനായിട്ടാ. അതിന് നിന്നെ തന്നെ വിട്ടത്തില്ല, നിന്റെ കൂടെ വരാൻ എൻ്റെ യേശു തയ്യാറാ. ആമേൻ. താഴോട്ട് നമുക്ക് വായിക്കാം. വാതിലിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു, ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു. ആമേൻ. നീ ഒരു ശിഷ്യനാണോ? ആമേൻ. മറ്റൊന്നും ആയില്ലെങ്കിലും ക്രിസ്തീയ ജീവിതത്തിൽ ദൈവശബ്ദം കേൾക്കണം. ആമേൻ. അതാ ഇന്ന് എൻ്റെ വചനം. ആമേൻ. ഒരു ക്രിസ്ത്യാനിയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ പുറകെ പോകുന്നതാ. ആമേൻ. സ്ഥാനമാനങ്ങളൊന്നുമല്ല. യേശുവിനെ ഒന്ന് പഠിച്ചാൽ ഒരു സ്ഥാനമാനവും നമ്മൾ എടുക്കത്തില്ല. കാല് കഴുകണം. ആമേൻ. ശുശ്രൂഷയ്ക്കാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഈ പോടിയത്തിൽ കയറിയുള്ള ഹാലിലെ കസർത്തല്ല. ആമേൻ. ശുശ്രൂഷിക്കണം മറ്റുള്ള ആടുകളെ. ഹല്ലേലൂയ. ലോകത്തില്, ഹല്ലേലൂയ, തകർന്നിരിക്കുന്നവരെ ശുശ്രൂഷിക്കാനാ യേശു ക്രിസ്തു നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആമേൻ. നമ്മൾ കണ്ടിരിക്കുന്ന ശുശ്രൂഷ ഈ, ഹല്ലേലൂയ, സ്റ്റേജിൽ കയറി മെസ്സേജ് പറയുന്നതാ. അതല്ല ശുശ്രൂഷ. ശുശ്രൂഷിക്കുന്നത് യേശുവിനെ, ഹല്ലേലൂയ, നാമത്തില്. നമുക്കറിയാം യേശു ക്രിസ്തുവിൻ്റെ 2 ശിഷ്യന്മാരോട് അവൻ്റെ അമ്മ വന്ന് പറയുന്നുണ്ട്, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ ഇവരെ എൻ്റെ വലത്തും ഇടത്തും ഇരുത്തണം. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, എൻ്റെ ഇതല്ല. ആമേൻ. എന്തിനാ? വലത്തും ഇടത്തും ഇരുത്താനല്ല, നിന്നെ സ്റ്റേജെ കയറ്റാനല്ല കർത്താവ് വിളിച്ചത്. ഹല്ലേലൂയ. എൻ്റെ മേലൊരു വിളി വന്നെങ്കിൽ ഞാനിവിടെ വന്ന് മെസ്സേജ് പറയും. അതിനല്ല എൻ്റെ യേശു എന്നെ വിളിച്ചത്. നിന്നെ ഏൽപ്പിക്കുന്ന ഏത് ഉത്തരവാദിത്തങ്ങളും, പ്രാർത്ഥിക്കാനാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നെങ്കിൽ പ്രാർത്ഥിക്കണം, പാടാനാണ് ഏൽപ്പിച്ചിരിക്കുന്നെങ്കിൽ പാടണം, പാവിരിക്കാനാണെങ്കിൽ പാവിരിക്കണം, സുവിശേഷം പറയാനാണെങ്കിൽ സുവിശേഷം പറയണം, കംപ്ലൈന്റ് പറയല്ലേ. ജീസസ് തക്ക സമയത്ത് ഉയർത്തുവാൻ. ആമേൻ. പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, അവന്റെ ബലമുള്ള കരങ്ങളിൽ താണിരിക്കണം. അതാ ശിഷ്യത്വം. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ആ 3-ാമത്തെ വാക്യത്തിലേക്ക് മടങ്ങി വരുന്നു. അവൻ്റെ ശബ്ദം കേൾക്കുന്നു, തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഏതെങ്കിലും ഒരു നേതാവിനെ അറിയാം? ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കോൺഗ്രസിനോട് ബന്ധപ്പെട്ടും KC-യോട് ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. കുറേ കൂട്ടത്തിൻ്റെ ഇടയിലോട്ട് അവർ വന്നിട്ട്, ആ മോനെ എന്തുകൊണ്ട്? കൂടെ നിൽക്കുന്ന അണികളോട്, ദൂരെ നിന്ന് വലിയ അണിയാ, അവർക്ക് പലരെ അറിയത്തില്ല, നേതാവിന് വരില്ലേ അറിയത്തില്ല. എന്നാൽ കോടാനുകോടി ശിഷ്യന്മാർ യേശുവിനുണ്ട്, അവരുടെ പേരറിയാം യേശുവിന്. നമ്മുടെ ദൈവം പേര് ചൊല്ലി വിളിക്കുന്ന ദൈവമാ. വെറുതെ അങ്ങോട്ട് മുന്നിൽ പോയിട്ട് അങ്ങനെയുള്ള ഒരു ലീഡറല്ല, മാതൃകയുള്ള ഒരു ലീഡറാ നമ്മുടെ ലീഡർ. ഇന്ന് പലർക്കും ലീഡറാകാൻ, ഹല്ലേലൂയ, ഭയങ്കര ത്വരയാ, ഭയങ്കര ആഗ്രഹമാ. എന്നാൽ യേശു ശിഷ്യന്മാരുടെ അല്ലെങ്കിൽ ആടുകളുടെ മുമ്പേ പോകുമ്പോൾ അറിയാം, ശിഷ്യന്റെ ഇടയന്റെ സകല വൈകല്യങ്ങളും അറിയാം.
അവൻ്റെ ഗുണമറിയാം, ദോഷമറിയാം. പ്രാഗൽഭ്യത്തോട് ആട് പുറകെ വരിക, ഇടയൻ മുമ്പേ പോകുക. എന്തെങ്കിലും ആടിന് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഇടയൻ എന്തെങ്കിലും വരണം. ആമേൻ. ഇസ്രായേലില് ആട്ടിടയന്മാര്, ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചു, ഇങ്ങനെ ചരിത്രം പറയുന്നത്, ആട്ടിടയന്മാര് ആടുകളെ ആലയിലാക്കിയതിന് ശേഷം ആ വാതിൽ ഇങ്ങനെ കുറുകെ കിടക്കും. ആമേൻ. ഓർത്തേ, നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം ഒന്നോർത്തേ. ഇങ്ങനെ കുറുകെ കിടക്കും. രാത്രിയിൽ ഒരു ചെന്നായി വരാം. ദാവീദ് പറഞ്ഞിട്ടുണ്ട്, ഒരു കരടി വരാം, സിംഹം വരാം. ഹല്ലേലൂയ പറഞ്ഞു. ഒരു സിംഹം വന്നു, ഒരു കരടി വന്നു. ആടിനെ മോഷ്ടിക്കാൻ, ആടിനെ കൊല്ലുവാൻ, നശിപ്പിക്കുവാൻ ഒരു സിംഹം വന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ സിംഹത്തെ അവൻ കീറിക്കളഞ്ഞു, കരടിയെ അവൻ കൊന്നുകളഞ്ഞു. അത് എവിടാ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവനിലുണ്ട്. ആമേൻ. ആ ആടിനെ ആലയിലാക്കിയതിന് ശേഷം ഇടയൻ കുറുകെ കിടക്കും അതിൻ്റെ വാതിൽക്കൽ. ആരെങ്കിലും അകത്തോട്ട് കയറണമെങ്കിൽ ഈ ഇടയനെ ചവിട്ടിയിട്ട് വേണം കയറാൻ. ആമേൻ. ഇങ്ങനെയുള്ളൊരു നല്ല ഇടയനാ നമ്മുടെ ഇടയൻ. നമ്മുടെ ഉത്തരവാദിത്വം എന്തുവാ? ആ ഇടയൻ്റെ ശബ്ദം കേൾക്കണം. എത്ര പേര് കേൾക്കുന്നുണ്ട്? ഒന്ന് കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ആമേൻ. ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് പരിചയമുണ്ടായിരിക്കേണ്ട ശബ്ദം ആരുടേതാ? ആമേൻ. ഹല്ലേലൂയ. ദൈവദാസന്മാരുടേതാണോ? അല്ല. അവർ നമ്മളെ ഗൈഡ് ചെയ്യുന്നു. നമുക്ക് ഫെമിലിയർ ആകേണ്ട ശബ്ദം, ഇംഗ്ലീഷിൽ ഫെമിലിയർ വോയിസ് നമുക്ക് എപ്പോഴും ആയിരിക്കേണ്ടത് യേശു ക്രിസ്തുവിൻ്റെ വോയിസാണ്. അപ്പോൾ ഒരു ഗുണമുണ്ട്, നാം സ്ട്രേഞ്ചറിൻ്റെ വോയിസ് കേൾക്കത്തില്ല. ബിക്കോസ് എനിക്ക് യേശുവിൻ്റെ ശബ്ദം വളരെ ഫെമിലിയറാണ്. ഈ ഫെമിലിയാരിറ്റി ഒരു ദിവസം കൊണ്ട് കിട്ടുന്നില്ല, നിരന്തരം അവനോടുള്ള സഹവാസം കൊണ്ടുണ്ടാകുന്നതാ. എവിടെ ആൾക്കൂട്ടത്തിൽ നിന്നാലും, ഈ സഭയുടെ നടുക്കിരുന്നാലും എനിക്ക് വ്യത്യസ്തമായിട്ട് വേറിട്ടൊരു ശബ്ദം കേൾക്കാം. അത് ആരുടെ ശബ്ദമാ? യേശുവിൻ്റെ ശബ്ദം. ആമേൻ. നമുക്കറിയാം, യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിടയിൽ 12 വർഷം രക്തസ്രാവമുള്ള സ്ത്രീ വന്ന് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ പലരും യേശുവിനെ തൊടുന്നുണ്ട്. എന്നാൽ യേശു പറഞ്ഞില്ല പലരൊക്കെ എന്നെ തൊടുന്നുണ്ടെന്ന് പറഞ്ഞു. ഇല്ല. എന്നാൽ ഒരു സ്ത്രീ വളരെ വില കൊടുത്ത്, ആമേൻ, അവരെ കണ്ടാൽ, രക്തസ്രാവമുള്ള ഒരു സ്ത്രീ, യഹൂദ ന്യായപ്രമാണം, പബ്ലിക് വരാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. യേശുവിനെ തൊടുവാൻ പബ്ലിക്കായിട്ട് റിസ്ക് എടുത്ത് വില കൊടുത്ത് സകലരാലും സകല ഡോക്ടേഴ്സിനാലും ഹല്ലേലൂയ നശിച്ച് ദാരിദ്ര്യം വന്ന, രോഗം മാറാത്ത സ്ത്രീ യേശുവിൻ്റെ വാർത്ത കേട്ട് യേശുവിനെ ആൾക്കൂട്ടത്തിൽ പോയി തൊട്ടപ്പം ആയിരക്കണക്കിൻ്റെ ഇടയിൽ ആ തൊട്ടത് യേശു മനസ്സിലാക്കി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പലരും ഇരിപ്പുണ്ട്. യേശുവിനെ യഥാർത്ഥമായി തൊടുന്നവരെ യേശുവിനറിയാം. ആമേൻ. നമുക്ക് ഇവിടെ വന്ന് പല രീതിയിലിരിക്കാം. ആമേൻ. ചിലർക്ക് എല്ലാ സൺഡേയിലും വന്നില്ലേലും ഒരു സന്തോഷം കാണത്തില്ല. പാട്ടൊക്കെ ഒന്ന് കേട്ട്, പണ്ട് ഓർത്തഡോക്സ് സഭയിലുള്ളവർ പറയും കുർബാന കാണാൻ പോകുന്നവരുണ്ട് അവിടെ. ആമേൻ. അവിടെ പോയി ഈ പുകയും ഈ ഇതൊക്കെ എന്തായെന്ന് പറയുന്നത്, അതൊക്കെ ഇട്ട് ബഹളം ഉണ്ടാക്കുന്നതൊക്കെ ഇട്ടിട്ട് വളരെ നിർവൃതിയോടെ നിന്നിട്ട്, എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു മസ്കറ്റിൽ. ആമേൻ. പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹം നിന്നു എന്നോട് പറയും, ഓ നല്ല കുർബാനയായിരുന്നു മോനെ, ഇത് കാണാൻ പോയതാണ്. ഞാൻ ചോദിക്കും, എന്തിനീ കാണാൻ പോകുന്നത്? വല്ല പ്രയോജനമുണ്ടോ? അത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പല വിശ്വാസികളാത്. എന്നാൽ നമ്മളിവിടെ കാണാൻ വന്നവരല്ല, നമ്മൾ യേശുവിനെ അനുഭവിക്കാൻ വന്നവരാ. ഓ സന്തോഷമുണ്ടോ? ഹല്ലേലൂയ. മൗനമായിരിക്കത്തില്ല, എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അത്രമാത്രം എൻ്റെ യേശു എന്നെ സ്നേഹിക്കുന്നു. ആമേൻ. ഈ നല്ല ഇടയൻ്റെ പുറകെ വരുവാൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു. തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിക്കുന്നു. ആമേൻ. പേർ ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവം. ആമേൻ. ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. ആമേൻ. നമ്മൾ ക്രിസ്തുവിൽ വന്ന്, ക്രിസ്തുവിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ.
ഇപ്പോൾ നാം ജീവിക്കുന്ന കർത്താവിലൂടെ ജീവിക്കുമ്പോൾ സകല ഉത്തരവാദിത്തങ്ങളും ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതാനുഭവമാണ്. യേശുവിന് ഉത്തരവാദിത്തങ്ങൾ എൻ്റേത്. ഞാൻ പുറത്തുപോയി ഹല്ലേലൂയ സങ്കീർത്തനം 23 അതിൻ്റെ 1 തൊട്ട് 3 വരെ വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. ഇടയൻ്റെ ആ കരുതൽ നമുക്ക് കാണാൻ പറ്റും. സങ്കീർത്തനം 23 1 മുതൽ 3 വരെ. യഹോവ എൻ്റെ ഇടയനാകുന്നു. എല്ലാവർക്കും കാണാതെ അറിയാവുന്ന യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. മതി. ഹല്ലേലൂയ. യഹോവ എൻ്റെ ഇടയനാകുന്നു. ആമേൻ. നമുക്കെല്ലാം കാണാതെ അറിയാം. എനിക്ക് മുഴുവൻ കാണാതെ അറിയാവുന്ന ഒരു സങ്കീർത്തനം ഉണ്ടെങ്കിൽ ഇതേ ഉള്ളൂ, ബാക്കിയൊന്നും അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. യഹോവ എൻ്റെ ഇടയനാകുന്നു. ആമേൻ. എനിക്ക് മുട്ടുണ്ടാകത്തില്ല. പക്ഷേ ഒരു കാര്യം, യഹോവ തന്നെ ഇടയനായിരിക്കണം. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. കണ്ടീഷൻ ഉണ്ട്. ആമേൻ. യഹോവ നിന്റെ ഇടയനാണെങ്കിൽ ഇവിടെ ഇരിക്കുന്നവർക്ക് ഞാൻ ഗ്യാരണ്ടി പറയാം, നിനക്ക് മുട്ടുണ്ടാകത്തില്ല. നിനക്ക് മുട്ടുണ്ടാകത്തില്ല. നിനക്ക് മുട്ടുണ്ടാകത്തില്ല. ഉറപ്പിക്കണം യഹോവ നിന്റെ ഇടയനാണോ എന്ന്. ആരെങ്കിലും ഇടയനെന്ന് വിളിച്ചാൽ നിന്റെ മുട്ട് മാറത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആരുടെയെങ്കിലും മുഖത്ത് നോക്കിയാൽ നിന്റെ മുട്ട് മാറത്തില്ല. ആരുടെയെങ്കിലും ശബ്ദം കേട്ടാൽ നിന്റെ മുട്ട് മാറത്തില്ല. യേശുവിന്റെ ശബ്ദം കേൾക്കണം. ജീസസ്. ആമേൻ. മുട്ടുണ്ടാകത്തില്ല. 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 ഇഫ് ജീസസ് ഈസ് യുവർ ലീഡർ, നിന്റെ ഷെപ്പേർഡ് ആണെങ്കിൽ അവൻ നിന്നെ നയിച്ചോളും. ആമേൻ. നീ അവന്റെ ശബ്ദം കേട്ടാ മതി. ഗോ വിത്ത് ഹിം. ആമേൻ. അവൻ മാറത്തില്ല. നീ മാറിയാലും യേശു മാറത്തില്ല. അവൻ വാക്ക് മാറാത്തവൻ. അതുകൊണ്ട് യാക്കോബിന്റെ സന്തതിയെ നീ മുടിഞ്ഞു പോകാതെ ഇരിക്കുന്നു. നീ വാക്ക് മാറും. നീ പ്ലാൻ മാറ്റും. നിനക്കൊരു പ്ലാൻ ബി ഉണ്ട്. എൻ്റെ യേശുവിനൊരു പ്ലാൻ ബി ഇല്ല. ഒറ്റ പ്ലാനേ യേശുവിനുള്ളൂ. ജീസസ്. ഹല്ലേലൂയ. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. ആമേൻ. പ്രോസ്പെരിറ്റി ഒന്നുമല്ല ഞാൻ പറയുന്നത്. പച്ചയായ പുൽപ്പുറങ്ങള്, നിന്റെ ആത്മീക അനുഗ്രഹങ്ങള്, നിന്റെ ഭൗതിക അനുഗ്രഹങ്ങള്. ഹല്ലേലൂയ. ഞാനിങ്ങനെ പറയും, ഹല്ലേലൂയ, ആത്മീക ജീവിതത്തിനകത്ത് ഒരു ഭൗതിക അനുഗ്രഹമുണ്ട്. പക്ഷേ ആദ്യം ആത്മീകത്തിൽ നീ മുന്നോട്ട് പോകുമ്പോൾ നിനക്ക് ജീവനും ഭക്തിക്കുമുള്ളത് തരാമെന്ന് എൻ്റെ യേശു പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. നിന്നെ മില്യനറോ ബില്യനറോ ഒന്നും ആക്കാമെന്ന് യേശു പറഞ്ഞിട്ടില്ല. നിന്റെ ജീവനും ഭക്തിക്കും ഉള്ളത് ഞാൻ തരാം. പച്ചയായ പുൽപ്പുറങ്ങളിൽ ഞാൻ നിന്നെ കിടത്താം. ആമേൻ. അവൻ എന്നെ കിടത്തുന്നു. സ്വസ്ഥത ഉള്ള വെള്ളത്തിനരികത്തേക്ക് സ്വസ്ഥത തരും. ആമേൻ. യേശു ഇടയനാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? സ്വസ്ഥത കിട്ടും. ഏത് പ്രതിസന്ധി ആയിരിക്കും. ആമേൻ. ഞാൻ പല പ്രതിസന്ധിയുടെ നടുവിൽ ഞാൻ കവിതയുടെ ഇരിപ്പുണ്ട്. ഞാൻ പറയും, എനിക്കറിയാം എൻ്റെ യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന്. ഞാൻ എൻ്റെ ഏറ്റവും നല്ലതായിട്ട് ഉറങ്ങുന്നത് പ്രതിസന്ധി ഉൾപ്പെടാം. ബിക്കോസ് ഞാനിങ്ങനെ ചോദിക്കാറുണ്ട്, ഒന്നീ ഞാൻ ഉറങ്ങാതിരിക്കണം. എൻ്റെ കർത്താവ് ഉറങ്ങാതെ എന്നെ കാക്കുന്നവനാ. എൻ്റെ യേശു ഉറങ്ങുന്നില്ല. അവൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. അതുകൊണ്ട് എനിക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങാം. ബിക്കോസ് അവൻ എൻ്റെ ഇടയനാ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമം നിമിത്തം നീതി പാതകളിൽ ഞാൻ പാത തെറ്റിപ്പോകുമ്പോൾ, ഞാൻ ആടിനെ കണ്ടിട്ടുണ്ട്, ആടിനെ വളർത്തിയിട്ടുണ്ട്. ആടിൻ്റെ സ്വഭാവം എനിക്കറിയാം. ആമേൻ. ഒരു 2-3 ആട്, അതിൻ്റെ കുട്ടികൾ. ഞങ്ങളുടെ വീട്ടിൽ ആടുണ്ടായിരുന്നു. ഇതിനെയും കൊണ്ട് പുറത്തോട്ട് പോയാൽ ഈ ആട് കയ്യാലെ കൂടെ ചാടും. ആട് കാണുന്ന ഇലയിൽ ചാടും. അപ്പുറത്തെ അവരെ കയറി അവർ വളർത്തുന്ന ചേനത്തലയിൽ കടിക്കും. തെറി വരുമ്പോൾ നമുക്കാ കേൾക്കുന്നത്. ഈ ആടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ആടിൻ്റെ ക്യാരക്ടർ പഠിച്ചാൽ ഒരിടത്ത് നിൽക്കത്തില്ല. ആമേൻ. ഇതുകൊണ്ടാണ് ആട് ഇടയൻ. ഇത് തന്നെയാ വിശ്വാസി ഇടയൻ. ആമേൻ. ഈ ഇടയനെ ഇന്ന് ആട് കണ്ടാൽ നാളെ എവിടാന്ന് അറിയത്തില്ല. ചാടിച്ചാടി നിൽക്കും. ഈ ആടിനെ മേയ്ക്കുന്ന വലിയ ഡിഫിക്കൽട്ട് ജോലിയാണ്.
ഇതൊരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല. എന്നാൽ നിഷ്കളങ്ക ഉള്ളതാ. പെട്ടെന്ന് ഒരടി കൊടുത്താൽ തീരുന്ന ജീവനുമേ ഉള്ളൂ. ആടിനെ പഠിക്കണം. അപ്പം ഈ ആടിൻ്റെ ഇടയനാ. നമുക്ക് ഇടയനാകാനൊക്കെ വലിയ ഇഷ്ടമാണ്. പാസ്റ്റർ ആകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആമേൻ, ഹല്ലേലൂയ. പാസ്റ്റർ എന്നുള്ള വീഡിയോ ഒക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ മേയ്ക്കുന്നത് കണ്ടാൽ ഇന്ന് ആടിനെ പിഴിഞ്ഞ് പാല് കുടിക്കുക മാത്രം, ആടിനെ കൊല്ലുക വരെ ചെയ്യുന്നവരുണ്ട്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഒന്ന് കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ആടുകളുടെ നല്ല ഇടയൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാ. ആമേൻ. ആടിനു വേണ്ടി തന്റെ ജീവൻ കൊടുത്ത് എത്ര നമ്മുടെ ഓരോരുത്തരുടെ സ്വഭാവങ്ങളെ അവൻ സഹിക്കുന്നില്ലേ? ഓരോരുത്തർക്കും ഓരോ സ്വഭാവമാ. ഞങ്ങളുടെ വീട്ടിൽ 3 പേരുണ്ട്, 3 സ്വഭാവമാ. ആമേൻ. എനിക്കൊരു സ്വഭാവമാ. എൻ്റെ ചേട്ടൻ ഇരിപ്പുണ്ട്, എൻ്റെ ചേട്ടന് വേറൊരു സ്വഭാവമാ. എൻ്റെ ഒരു അനിയൻ ദുബൈയിലുണ്ട്, വേറൊരു സ്വഭാവമാ. ആമേൻ. അത് കുറ്റമല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ എല്ലാ ഭവനങ്ങളിലും അങ്ങനാ. നോക്കിക്കോ, ഡിഫറൻസ് ഉണ്ട്. ആമേൻ. ഇതിനെല്ലാം കർത്താവ് മേയിക്കുന്നില്ലേ? ആമേൻ. നമ്മുടെ സഭയിലെ എല്ലാ ആടുകളെയും മേയിക്കുന്നില്ലേ? ഒരാടിന് മറ്റേ ആടിന്റെ സ്വഭാവമാണോ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ നല്ല ഇടയനെ ഓർത്തൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്ത്. ആമേൻ. നമ്മുടെ ക്വാളിറ്റി കൊണ്ടാണോ ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്? എന്നാൽ ഞാൻ പറയുക, യേശുവിൻ്റെ ശബ്ദം നാം കേൾക്കണം. ഹല്ലേലൂയ. കൂരിരുൾ താഴ്വരയിൽ കൂടി ഞാൻ നടന്നാലും, ആമേൻ, പല സന്ദർഭങ്ങളിൽ നടന്നിട്ടുണ്ട്. നിങ്ങൾ നടന്നിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. തിരുനാമനിമിത്തം എന്നെ നീതിവാദികൾ നടത്തും. കൂരിൽ താഴ്വരയിലൂടെ ഞാൻ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടത്തില്ല. എന്തുകൊണ്ടാ? നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. നിന്റെ വടി, കോല്, ഹല്ലേലൂയ, എന്നെ ആശ്വസിപ്പിക്കുന്നു. കർത്താവിൻ്റെ കയ്യിൽ, ഇടയൻ്റെ കയ്യിൽ ഒരു വടിയുണ്ട്, ഒരു കോലുണ്ട്. ആമേൻ. അത് ഹല്ലേലൂയ. നമുക്കറിയാം, ഒരു വടി കാണിക്കുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, ഒരു കോലുകൊണ്ട് ആടിനെ അടിച്ചുകൊണ്ടുപോകും. ഒരു വളവുള്ള ഒരു വടി കയ്യിലിരിപ്പുണ്ട്. അത് ഹല്ലേലൂയ, ആടിന് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഇലകളൊക്കെ ഇടയനിങ്ങനെ അത് പിടിച്ച് താഴ്ത്തി കൊടുക്കും. ആമേൻ. ഒരു വടി കൊണ്ട് പെയ്യെ അതിനെ ഇങ്ങനെ അടിച്ച് ആടിനെ മുൻപോട്ട് കൊണ്ടുപോയി, ഹല്ലേലൂയ, അതിന് ഡിഫിക്കൽറ്റി ഉള്ള സമയത്ത്, അതിന് ആഹാരത്തിന് അതിനെ എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഹല്ലേലൂയ സമയത്ത് ആ വടി കൊണ്ട്, ആ ഹല്ലേലൂയ, സ്തോത്രം, വടി കൊണ്ട് ഇങ്ങനെ പിടിച്ചതിനെ താത്തി കൊടുക്കും. അതാ നല്ല ഇടയൻ. ആമേൻ. ക്ഷുദ്രജീവികൾ അതിനെ തൊടാതിരിക്കാൻ ഒരു മേച്ചിൽ പുറത്തോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ, ഇടയൻ അതിന് മുമ്പായിട്ട് പോകും. അതിനെ ഹല്ലേലൂയ, ക്ഷുദ്രജന്തുക്കൾ അതിനെ കടിക്കാതിരിക്കാൻ ഒരു പല കൂട്ടുകളുള്ള എണ്ണ അതിൻ്റെ മേൽ പുരട്ടും. ആമേൻ. അത് പരിശുദ്ധാത്മാവിനെ സിംബലൈസ് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ, ആമേൻ, എത്രയൊക്കെ രീതിയിലാ യേശു ക്രിസ്തു നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, കർത്താവ് നമ്മളെ പൊതിഞ്ഞിരിക്കുന്നത്. അതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നമുക്ക് ദൈവവരങ്ങളെ കേൾപ്പിച്ചു കൊടുക്കാം. ആമേൻ. 15-ാം അധ്യായത്തിലേക്ക് വരാം. നാം നല്ല ഇടയൻ്റെ കൂടെ നടക്കുമ്പോൾ നമുക്കുള്ള അനുഗ്രഹങ്ങൾ നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല. ആമേൻ. കഴിഞ്ഞ നേരം പാടിയപ്പം പാടി, നമ്മൾ ഒന്നും ചെയ്തുകൊണ്ടല്ല, അൺകണ്ടീഷണലി. കണ്ടീഷൻ പറഞ്ഞാൽ നമ്മളെ ആരെയും യേശു സ്നേഹിക്കത്തില്ല. ആമേൻ. ഒരു കണ്ടീഷനും ഇല്ലാതെ നാം പാപികളായിരിക്കുമ്പോൾ, അതുകൊണ്ടാ അവിടെ തുടങ്ങുന്നത്, വൈൽ വി ആർ സിന്നേഴ്സ്. പാപികളായിരിക്കുമ്പോൾ നമ്മൾ ആരെയെങ്കിലും ഹല്ലേലൂയ 1-2 വട്ടം നമ്മളോട് പറഞ്ഞ പിന്നെ 3-ാമത്തെ വട്ടം അവനെ കൺസിഡർ ചെയ്യുമോ? ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെ പറയാറുണ്ട്, യേശു ഒരു കരണത്തടിച്ചപ്പോൾ മറ്റേ കരണം കാണിച്ചു കൊടുത്തെന്ന്. നമ്മൾ ഒരു കരണത്തടിക്കും, അടുത്ത കരണത്താരിലും അടിച്ചാൽ അവൻ്റെ കൈക്ക് പിടിച്ചിട്ട് ഈ കൈ കൊണ്ട് അടിക്കും. ആമേൻ. അതാ യഥാർത്ഥ മനുഷ്യൻ. ആമേൻ. എന്നാൽ യേശു അങ്ങനല്ലായിരുന്നു. നാം പാപികളായിരിക്കുമ്പോൾ, നാം ആർക്കും കൊള്ളാതായിരുത്തവരായിട്ട്, ആർക്കും കൊള്ളാത്തവരായിട്ട് ജീവിച്ചപ്പോൾ അവിടെ നിങ്ങളെയും എന്നെയും തേടി വന്ന യേശുവാണ് നമ്മുടെ ഇടയൻ. ആമേൻ. അങ്ങനെങ്കിൽ നമുക്കൊരു തീരുമാനമെടുക്കാം, ഈ നല്ല ഇടയനെ വിട്ട് ഒരു കാര്യവും എനിക്ക് വേണ്ട. ആമേൻ. ഞാൻ ഒരു ലീഡറിന്റെ പുറകെ അല്ല, എൻ്റെ ലീഡർ യേശുവാ, എൻ്റെ ഇടയൻ യേശുവാ. ആമേൻ. ഹല്ലേലൂയ. അവൻ അടി കൊണ്ടിട്ട്, അവൻ ഇഞ്ചിഞ്ചായിട്ട് കാൽവറിയിൽ മരിച്ച് തൻ്റെ രക്തം ചിന്തി നിങ്ങളെയും എന്നെയും നേടിയെങ്കിൽ അതുവരെ പോകാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ.
ഒരുപക്ഷേ നമുക്ക് അടി കിട്ടാം, നമുക്ക് നിന്ന് കിട്ടാം, നമ്മളെ തള്ളിക്കളയാം. ഹല്ലേലൂയ. നമ്മളെക്കുറിച്ച് വേണ്ടാത്തത് പറയാം. ഹല്ലേലൂയ. ഇതൊന്നും വലിയൊരു കാര്യമല്ല. നമ്മുടെ ലീഡർ ഇതൊക്കെ സഹിച്ചവനാ. നമ്മുടെ നേതാവ്, നമ്മുടെ ഇടയൻ ഇതൊക്കെ സഹിച്ചവനാ. നമ്മുടെ യേശു ഇതൊക്കെ സഹിച്ചവനാ. ആമേൻ. ഹല്ലേലൂയ. ഇടയന്റെ ശബ്ദത്തിനായിട്ട് ഹല്ലേലൂയ നമുക്ക് മുമ്പേ പോകുന്ന ഒരു ദൈവം. ആമേൻ. അവൻ നമുക്ക് മുമ്പായിട്ട് പോയിട്ട് നമ്മളെ പുറകെ കൊണ്ടുപോകുന്നു. നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. കർത്താവിൻ്റെ ശബ്ദം കേട്ട് അവൻ പോകുന്ന വഴിയിലൂടെ ഹല്ലേലൂയ ശബ്ദം നമുക്ക് എങ്ങനെയൊക്കെ കേൾക്കാൻ പറ്റും? ദൈവവചനത്തിലൂടെ, നിരന്തരമായ നമ്മുടെ വചന ധ്യാനത്തിലൂടെ നമുക്ക് ദൈവ ശബ്ദം കേൾക്കാൻ പറ്റും. നിരന്തരമായ നമ്മുടെ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. നമുക്ക് വഴി കാണാൻ പറ്റും. ഹല്ലേലൂയ. ആത്മാവിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ, ആത്മാവിൽ നിറഞ്ഞ് നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റും. ആമേൻ. ഹല്ലേലൂയ. വഴി ഇതാ എന്ന് പറഞ്ഞ് നമ്മളെ നടത്തുന്ന ഒരു ദൈവം. ഒന്ന് വായിച്ചാട്ടെ, യെശയ്യാ പ്രവചനം 30:21. നിങ്ങൾ വലത്തോട്ട് ഇടത്തോട്ട് തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. ആമേൻ. നിങ്ങൾ വലത്തോട്ടും ഇടത്തോട്ടും നടക്കുമ്പം വഴി ഇതാ എന്ന് പറഞ്ഞൊരു ശബ്ദം നിങ്ങൾ കേൾക്കും. ഇത് പഴയ നിയമത്തിലാ. എബ്രായ ലേഖനം ഒന്ന് വായിച്ചാട്ടെ, 3:7-8 വരെ, 7-8 വാക്യങ്ങൾ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ ഇന്ന് നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ച് 40 ആണ്ട് എൻ്റെ പ്രവൃത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്ത് അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിലെ ഒരു ഉദാഹരണി എടുത്ത് എബ്രായ ലേഖനത്തിൽ പൗലോസ് പറയുക എന്തുവാ? നിങ്ങൾ ഹല്ലേലൂയ എവിടെ പറയുന്നു? അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം, അവൻ്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ മസാനാളിനെ പോലെ നിങ്ങളുടെ ഹൃദയം കഠിനപ്പെടല്. നമ്മൾ കഠിനപ്പെടുന്നത് എന്തുകൊണ്ടാ? നമുക്ക് ദൈവശബ്ദം കേൾക്കാത്ത മുൻപോട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതം കൊണ്ട് മുൻപോട്ട് ചെല്ലുമ്പോൾ നാം മനുഷ്യന്റെ ശബ്ദമാ കേൾക്കുന്നത്, ലോകത്തിന്റെ കാര്യങ്ങളാ കാണുന്നത്. ഹല്ലേലൂയ. ആത്മീയമായ കണ്ണ് അടഞ്ഞു പോകുവാനിടയായിത്തീരും, ആത്മീയമായ കാത് അടയുവാനിടയായിത്തീരും. അപ്പോൾ വിഷയങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ നമ്മുടെ ഹൃദയം കഠിനപ്പെടുവാനിടയായിത്തീരും. അതുകൊണ്ട് ഇസ്രായേൽ ജനം 40 ആണ്ട് നടത്തിയ ദൈവത്തെ ഹല്ലേലൂയ അവർ പെറുപെറുത്തു ദൈവത്തോട്. ആമേൻ. ഹല്ലേലൂയ. ആ ഉദാഹരണി എടുത്ത് പൗലോസ് പറയുവാണ്, അതുകൊണ്ട് മസ്സാ നാളിനെ പോലെ ഹല്ലേലൂയ നിങ്ങളുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തല്. ഹല്ലേലൂയ. അങ്ങനെ കഠിനപ്പെടുമ്പോൾ നാം ദൈവത്തോട് പാപം ചെയ്യുവാനിടയായിത്തീരും. ആമേൻ. നമുക്കൊരു ടെൻഡർ ഹാർട്ട് വേണമെങ്കിൽ, ഹല്ലേലൂയ, ഒരു മൃദുവായ ഹൃദയം വേണമെങ്കിൽ, ഒരു മാംസളമായ ഹൃദയം വേണമെങ്കിൽ, കഠിനപ്പെടാത്ത ഒരു ഹൃദയം വേണമെങ്കിൽ നാം ദൈവ ശബ്ദത്തിന് കീഴ്പ്പെടണം. നാം ദൈവശബ്ദം എല്ലാ ദിവസവും എല്ലാ നിമിഷവും കേൾക്കുവാൻ ഇടയായി തീരണം. ഒരു പ്രതിസന്ധിയുടെ നടുവിൽ നാം ആദ്യം പോയിട്ട് മുട്ടുമടക്കേണ്ടത് നമ്മുടെ യേശുവിൻ്റെ സന്നിധിയിലാണ്. ആമേൻ. അവൻ നമ്മളോട് വചനത്തിലൂടെ സംസാരിക്കും. നമ്മുടെ അന്തരാത്മാവിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വചനത്തെ പോപ്പപ്പ് ചെയ്തുകൊണ്ട് വരും. ആമേൻ. അത് കളത്തിക്കൊണ്ടുവരും. നീ തളർന്നു പോകുവാൻ അവൻ സമ്മതിക്കത്തില്ല. ഇസ്രായേലിന്റെ ദൈവം ഹല്ലേലൂയ ഉറങ്ങുന്നവനല്ല. ഹല്ലേലൂയ. പലപ്പോഴും പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ശബ്ദം ഞാൻ കേൾക്കും, ഭയപ്പെടണ്ട. ആമേൻ. വചനം കൊണ്ട് എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണം. ഹല്ലേലൂയ. നിരന്തരമായ ഒരു ബന്ധം നമുക്ക് യേശുവുമായിട്ട് ഉണ്ടായിരിക്കണം. പ്രതിസന്ധികളുടെ നടുവിൽ നീ തളർന്നു പോകത്തില്ല. നിന്റെ കൂടെ വരാമെന്ന് പറഞ്ഞ നിന്റെ ഇടയൻ ഒരിക്കലും മാറത്തില്ല. നീ മാറിയാലും മൺമാറും, വിൺമാറും, എല്ലാം വാക്കുമാറും. എൻ്റെ യേശു വാക്കുമാറാത്തവൻ. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ടാ ഞാനിവിടെ നിൽക്കുന്നത്. അതുകൊണ്ടാ ഈ വചനം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കുന്നത്. ആമേൻ. അവൻ നടത്തുന്ന ദൈവമാ, അവൻ പ്രഖ്യാപനങ്ങൾ നടത്തുന്ന ദൈവമല്ല. ആമേൻ. ഹല്ലേലൂയ. അവൻ ആളുകൂട്ടുന്ന ദൈവമല്ല, അവൻ പറഞ്ഞാൽ ചെയ്യുന്ന ദൈവമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുറമേ കാണിക്കുന്നവനല്ല അവൻ, അവൻ കൂടെ വന്ന് സഹായിക്കുന്ന ദൈവമാ. വാക്ക് പറഞ്ഞിട്ട് പോകുന്നവനല്ല. വാക്ക് പറഞ്ഞെങ്കിൽ ഹല്ലേലൂയ യഥാർത്ഥമായിട്ടും യേശു നിന്റെ ഇടയനാണെങ്കിൽ
നമ്മളിങ്ങനെ പറയും സങ്കീർത്തനം, അത്യുന്നതന്റെ മറവിൽ നീ മറഞ്ഞിരുന്നാല്, ആമേൻ, സർവശക്തന്റെ നിഴലിൻ കീഴിൽ നീ അഭയം പ്രാപിച്ചാൽ നിനക്ക് അനുഗ്രഹങ്ങൾ താഴോട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. യേശു ഇടയനാണോ എന്ന് ഇന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് എന്നോടും നിങ്ങളോടും സഭയോടും സംസാരിക്കുന്നുണ്ട്. വേറൊരിടയും നമുക്ക് വേണ്ട. ഈ സഭയ്ക്ക് രക്തം ചിന്തിയത് ഈ ബിൽഡിംഗ് അല്ല ഞാൻ പറയുന്നത്, ഈ കൂടിയിരിക്കുന്നതല്ല ഞാൻ പറയുന്നത്. സത്യത്തിലും ആത്മാവിലും യേശുവിനെ പിൻപറ്റി വന്ന രക്തം കൊടുത്തു നേടിയത് ആ സഭ. ആരുടെയുമല്ല സഭ, യേശുവ സഭയുടെ ഉടയവൻ. ആമേൻ. അതൊന്ന് വിശ്വസിക്കുന്നവര് അല്പസമയം കരമടിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ വിഷയങ്ങളെ പരിഹരിക്കാൻ കഴിയാത്തവനല്ല നമ്മുടെ യേശു ക്രിസ്തു. ആമേൻ, ഹല്ലേലൂയ. സഭ, ഞാൻ ഇങ്ങനെ പറയും, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ദൈവം നിന്റെ സഭയാ, നീ ആ സഭയുടെ ഉടയവൻ. ആമേൻ. ഞാൻ അഭ്യാസം കാണിച്ചാലും, പ്രൈസ് ദി ലോർഡ്, വില കൊടുത്തവൻ ഞാനല്ല, ഇതിന് രക്തം ചിന്തിയവൻ യേശുവാ. ഇതിന് രക്തം ചിന്തി നമുക്ക് മാന്യത തന്നത് യേശുവാ. ഇത് പ്രസംഗിക്കാൻ ഈസിയാ. ആമേൻ. ആ കൊടുത്തവൻ അറിയാം അതിൻ്റെ വില. കൃപയാലാ ഇത് കിട്ടിയത് കൊണ്ട്. ഇത് വിലയില്ലാത്തതല്ല, ഇത് വിലയുള്ളതാ. ആമേൻ. ഇത് വിലയുള്ളതാ, ഇത് വിലയുള്ളതാ. ഇതിന് രക്തം ചിന്തിയത് കർത്താവായ യേശു ക്രിസ്തുവാ. ഈ രക്തത്തിന് വിലയുണ്ട്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. എനിക്ക് തോന്നുന്നത് വിളിച്ചു പറയാനുള്ളതല്ല, വചനത്തിനോട് ബന്ധപ്പെട്ട് ഞാൻ സംസാരിക്കാവുള്ളൂ. വചനം വിട്ട് സിലബസ് മാറി ഞാൻ പ്രവർത്തിച്ചാൽ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിവസം വരും. ആമേൻ. വേറെന്തും ചെയ്യാം. സഭയോട് ബന്ധപ്പെട്ട് ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറയും, ഞാൻ മസ്കറ്റിൽ ഒരു സഭയിൽ നിന്ന് വന്ന ആളാ. സഭയിൽ അധികം കളിച്ചാൽ പണി കിട്ടും. ആ പണി കിട്ടും. ഹല്ലേലൂയ. സഭ നമ്മുടേതല്ല, സഭ നമ്മുടേതല്ല. അതിന് വില കൊടുത്ത നമ്മുടെ നല്ല ഇടയനാ. ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുത്ത, ഇഞ്ചിഞ്ചായിട്ട് കാൽവറിയിൽ മരിച്ച ഈ നല്ല ഇടയന്റെ ശബ്ദത്തിനായിട്ട് ഒന്നൊന്ന് കേൾപ്പിച്ചു കൊടുക്കാമോ? ആമേൻ. ഒരാത്മാവിന്റെ ജീവിതം, ക്രിസ്തീക ജീവിതം. ഹല്ലേലൂയ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും യേശു നായകൻ കൂട്ടാളിയായിട്ടുണ്ട്. ആമേൻ. കഷ്ടങ്ങളുടെയും നഷ്ടങ്ങളുടെയും ഒക്കെ നടുവിൽ യേശുവിന്റെ കൂടെ നടക്കുന്ന ജീവിതമാ ക്രിസ്തീക ജീവിതം. ആമേൻ. പട്ടുമെത്തയുടെ ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, യേശു കൂടെ ഉണ്ടെങ്കിൽ, ആമേൻ, പട്ടുമെത്തയാണെങ്കിലും അനുഗ്രഹം, കഷ്ടതയാണെങ്കിലും അനുഗ്രഹം. ആമേൻ. ബിക്കോസ് നമ്മളിവിടെ കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. ആമേൻ. ഇവിടെ 1000 വർഷം നിൽക്കുന്നവരൊന്ന് കരം പൊക്കിക്കേ. ആമേൻ. ഒന്ന് കരം പൊക്കിക്കേ. 100എങ്കിലും. ആമേൻ. പറയാൻ പറ്റത്തില്ല, എപ്പടി ഇറ്റേണിറ്റി വരാം. സോ അതുകൊണ്ടാ ഇങ്ങനെ വചനം ഗിരിപ്രഭാഷണം എന്നത് പറയുന്നുണ്ട്. ഏതാ 6-ാം അധ്യായത്തിലെന്നു, നിങ്ങളുടെ നിക്ഷേപം ഇരിക്കുന്നിടത്ത്, നിങ്ങളുടെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കും. നിങ്ങളുടെ ഹൃദയം ജോലിയാണോ, നിങ്ങളുടെ ഹൃദയം അവിടെ. എന്തൊക്കെ പ്രസംഗിച്ചാലും, ആമേൻ, വേർ യുവർ ട്രഷർ there will be your heart. ആമേൻ. നമുക്ക് പലതും പറയാം, വീമ്പിളക്കാം. ആമേൻ. ഇന്ന് നിങ്ങളുടെ ട്രഷർ യേശുവാണോ? ഇന്ന് നിങ്ങളുടെ ട്രഷർ യേശുവാണോ? ഇന്ന് മരിച്ചാൽ we will be with Jesus. ആമേൻ. വാച്ച്മാനിയുടെ ഒരു ബുക്കുണ്ട്, സിറ്റ്, സ്റ്റാൻഡ്, വാക്ക്, എഫേഷ്യൻസ്. ആമേൻ. ഹല്ലേലൂയ. വേണേ റെഫറൻസ് ഞാനത് പറയുന്നില്ല. ഹല്ലേലൂയ. സിറ്റ്. ആമേൻ. ക്രിസ്തുവിൽ ഇരിക്കണം. ആമേൻ. പിന്നീട് അത് എഫേഷ്യൻസ് 2:6-7. ആമേൻ. രണ്ടാമതായിട്ട് ക്രിസ്തുവിൽ നിൽക്കണം. ആമേൻ. ഹല്ലേലൂയ. സ്റ്റാൻഡ് ഇൻ ദ ലോർഡ്. ഹല്ലേലൂയ. മൂന്നാമതായിട്ട് ക്രിസ്തുവിൽ നടക്കണം. ആമേൻ. ഹല്ലേലൂയ. 4:1-2 വാക്യങ്ങൾ. സ്റ്റാൻഡ് ചെയ്യുക. എഫേഷ്യൻസ് 6:13-17. ആമേൻ. ഇതാ ക്രിസ്തീയ ജീവിതം. ആദ്യം അങ്ങോട്ട് കയറിയിട്ട് ഹല്ലേലൂയ, ആദ്യം ക്രിസ്തുവിലൊന്ന് പോയി ഇരിക്കണം, പിന്നൊന്ന് നിൽക്കണം, പിന്നെ നടക്കണം. ഇത് നമ്മൾ കയറുമ്പോഴത്തേക്ക് നടക്കാൻ തുടങ്ങും.
നമുക്കറിയാം, ഒരു കുഞ്ഞ് ജനിച്ചാൽ ആദ്യം നടക്കുമല്ല, അതിങ്ങനെ കിടക്കും, പിന്നെ അത് കമന്നു വീഴും, പിന്നെ അത് ഇരിക്കാൻ ശ്രമിക്കും, പിന്നെ അത് എണ്ണീറ്റ് നിൽക്കാൻ ശ്രമിക്കും, പിന്നെ പെയ്യെ നടന്നാ പിന്നെ നടക്കുന്നത്. ക്രിസ്തീയ ജീവിതം ഇങ്ങനെ ഒരു വളർച്ചയാണ്. ഇത് പോയി വായിച്ചാൽ മതി, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ക്രിസ്തുവിൽ ഇരിക്കേണ്ടത്, എങ്ങനെയാണ് ക്രിസ്തുവിൽ നിൽക്കേണ്ടത്, എങ്ങനെയാണ് ക്രിസ്തുവിൽ നടക്കേണ്ടത്. കർത്താവ് നമ്മുടെ കൂടെ വേണം. കർത്താവില്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതം അമ്പേ പരാജയം. ആമേൻ. കർത്താവില്ലാത്ത ഒരു സഭ ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ഹല്ലേലൂയ എന്ന് വായിച്ചാട്ടെ. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. Revelation 3:20. Hallelujah. I'm standing at the door and knock. If anyone hears my voice and opens the door, I will come to him and eat with him. Amen. Ephesians 3:33. Phone number of God. Amen. എന്നെ വിളിച്ചപേക്ഷിക്ക എന്ന് വായിച്ചാട്ടെ. ജെറമ്യ 33:3. എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായതും അഗോചരവുമായ ഉള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. ആമേൻ. എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ ഉത്തരമരുളും. ഞാൻ നിനക്ക് ഉത്തരമരുളും. പ്രതിസന്ധിയുടെ നടുവിൽ നീ എവിടെയും ഓടിപ്പോകണ്ട. നീ യേശുവിന്റെ നമ്പർ നിന്റെ കയ്യിലുണ്ട്. Call him. ആമേൻ. Call him. He will answer you. ആമേൻ. അഗോചരമായ നിനക്കറിയാത്ത കാര്യങ്ങളെ, നീ ഞെട്ടുന്ന വിഷയങ്ങളെ പറഞ്ഞു തരുവാൻ ഈ അഖിലാണ്ടത്തിന്റെ സൃഷ്ടിതാവായ ഒന്നുമില്ലായ്മയിൽ നിന്നും സകലത്തെയും ഉള്ളതുപോലെ ഉണ്ടാകട്ടെ എന്ന് വിളിച്ചു വരുത്തിയ ദൈവം നമ്മുടെ ഇടയനാണെങ്കിൽ അവൻ നമ്മളെ നടത്തുവാൻ, അവൻ നമ്മളെ പരിപാലിക്കുവാൻ, നമ്മുടെ വിഷയങ്ങളിൽ ഇറങ്ങി വരുവാൻ മതിയായവൻ. ആമേൻ. ഹല്ലേലൂയ. അവൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആമേൻ. ഈ ദിവസങ്ങളിൽ നമ്മളൊരു നാമധേയ ക്രിസ്ത്യാനിയായി ജീവിക്കാനല്ല, വാതിക്കൽ നിന്ന് യേശു നമ്മളോട് മുട്ടിക്കൊണ്ടിരിക്കുവാനല്ല. തുറന്നു കൊടുക്കണം നമ്മുടെ ഹൃദയം. നാം രക്ഷിക്കപ്പെട്ടവരായിരിക്കും, എന്നാൽ ഒരു നിരന്തര ബന്ധം യേശുവുമായിട്ടുണ്ടോ നമ്മുടെ ജീവിതം, ക്രിസ്തീയ ജീവിതം? ഹല്ലേലൂയ. ഇതൊന്ന് റിന്യൂ ചെയ്യുന്ന സമയമാ. ഒന്ന് ബലപ്പെടുക കർത്താവില്. പ്രതിസന്ധി ചിലപ്പോൾ നിനക്ക് ഇന്ന് പ്രതിസന്ധി കാണത്തില്ല, നാളെ ഒരു പ്രതിസന്ധി വരുമ്പോൾ നിന്റെ പിളകിപ്പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് എപ്പോഴും ഒരുങ്ങി നിൽക്കാം. ഇടയന്റെ ശബ്ദത്തിനായിട്ട് കാതോർക്കാം. ഈ നല്ല ഇടയൻ, ഈ നമ്മളെ രക്ഷിച്ച ഇടയൻ പേർ ചൊല്ലി വിളിച്ച് നമ്മുടെ മുമ്പേ പോകുന്ന ഈ നല്ല ഇടയൻ നമ്മളെ ഒരു നാളും കൈവിടത്തില്ല, നമ്മളെ ഉപേക്ഷിക്കത്തില്ല. ഹല്ലേലൂയ. എല്ലാവരും മാറിപ്പോകും, ഈ മണ്ണിലുള്ള സകലതും മാറിപ്പോകും, എന്നാൽ ഈ ബന്ധം അങ്ങ് നിത്യത വരെയുള്ളതാണ്. ആമേൻ. ഹല്ലേലൂയ. ഒരു വാക്കുകൂടെ പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ. എബ്രായ ലേഖനം, അതുകൊണ്ട് 2 വാക്യങ്ങൾ, സ്തോത്രം. ഫിലിപ്പിയൻസ് 3:14 and 15. ആമേൻ. രണ്ടാമതായിട്ട് എബ്രായ ലേഖനം 12 അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ഈ 2 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവം സിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. ആമേൻ. അതുകൊണ്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരണം നമ്മുടെ ജീവിതത്തിൽ തരാൻ പറ്റുന്ന ഒരൊറ്റ ഒരാളേ ഉള്ളൂ. ഞാൻ ജീവിതത്തെ മനസ്സിലാക്കി, ബാക്കി ആർക്കും പൂർത്തീകരണം തരാൻ പറ്റത്തില്ല. നമ്മുടെ ജീവിതത്തിനൊരു നല്ല എൻഡ് തരാൻ പറ്റുന്നത് ഇവിടം കൊണ്ട് അറിയത്തില്ല, നിത്യതയിൽ. ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ ഒരു ദൈവദാസന്റെ മെസ്സേജ് ഞാൻ കേട്ടു. നമ്മൾ അടക്കുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടവര് ഹല്ലേലൂയ മറ്റുള്ള ഒരു കാഷ്വൽ ഫ്രണ്ട്സൊക്കെ വന്ന് പള്ളിയിൽ നിന്ന് അങ്ങ് പോകും, വീട്ടിൽ നിന്ന് പോകും. ആമേൻ. മറ്റു ഇച്ചിരൂടെ അടുത്തുള്ള ഒരു പള്ളിയിൽ നിന്ന് പോകും. എന്നാൽ ഏറ്റവും അടുത്ത ബന്ധുക്കള് കുഴി വരച്ചെല്ലും. ആമേൻ. ഇതുവരെ ആരും എൻ്റെ ഡാഡിയും മമ്മിയും മരിച്ചുപോയി, ഞാൻ ഡാഡിയുടെയും മമ്മിയുടെയും കൂടെ കുഴി കയറിപ്പോയില്ല. ആമേൻ. അതുവരെയുള്ളൂ എല്ലാ ബന്ധങ്ങളും. എൻ്റെ ഏറ്റവും വലിയ ബന്ധം എൻ്റെ ഡാഡിയും മമ്മിയും. അത് കഴിഞ്ഞുള്ള ബന്ധം ഇന്ന് എനിക്കുള്ളൂ ഈ ഭൂമിയിൽ. പ്രൈസ് ദി ലോർഡ്. അവരുടെ പുറകെ പോകാൻ എനിക്ക് പറ്റിയില്ല, ഞാൻ പോയിട്ടില്ല, എൻ്റെ കൂടെയും വരത്തില്ല, എൻ്റെ കൂടെ ആരും വരത്തില്ല. എന്നാൽ അത് കഴിയുമ്പോൾ ഈ ബന്ധം ഇപ്പോഴാരംഭിച്ചിരിക്കുന്ന ഈ യേശുവുമായിട്ടുള്ള ബന്ധം അത് നിത്യത വരെയുള്ള ബന്ധമാണ്. ആമേൻ. ആ കുഴി വരെയല്ല, കുഴി കഴിഞ്ഞാലും എന്നോട് നിത്യതയിൽ കാണുന്ന ഈ ഒരു ബന്ധത്തെ അല്ലേ നാം മുറുകെ പിടിക്കേണ്ടത്.
ആമേൻ. ഈ യേശുവിൻ്റെ ശബ്ദമല്ലേ നമുക്ക് ഫെമിലിയർ ആകേണ്ടത്. അതുകൊണ്ട് പിമ്പിലുള്ളത് മറക്കാം, മുമ്പിലേക്ക് പരമവിളിയുടെ ലാക്കിലേക്ക് ട്രാക്ക് തെറ്റാതോടാം. ആമേൻ. നിത്യത വരും നിശ്ചയമാ, സമയം നമുക്കറിയത്തില്ല. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങാം. ഈ നല്ല ഇടയനെ മുറുകെ പിടിക്കാം. ഹല്ലേലൂയ. കരമടിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാം. ആമേൻ. ഹല്ലേലൂയ. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ സമയത്തിനായി സ്തോത്രം. കർത്താവേ, നീ ഞങ്ങളോട് സംസാരിച്ച കൃപയ്ക്ക് സ്തോത്രം. നീ ഞങ്ങളുടെ നല്ല ഇടയനാണല്ലോ അപ്പാ. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി നിന്റെ വിലയേറിയ ജീവൻ തന്ന്, നിന്റെ രക്തം തന്ന് കർത്താവെ ഞങ്ങളെ വീണ്ടെടുത്ത വലിയ കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ അത് പീഠത്തെ ഞങ്ങളെ സമർപ്പിക്കുന്നു. നിന്റെ മക്കളെ അനുഗ്രഹിക്കണം. ഏത് ഭാരത്തോട് കടന്നു വന്നിരിക്കുന്നവർക്ക് ഈ നല്ല ഇടയൻ കൂടെയുണ്ടല്ലോ. നല്ല ഇടയനായിട്ട് അവരുടെ കൂടെ പോകണമേ, അവരുടെ ഉള്ളിൽ വസിക്കണമേ. അവരുടെ വേദനകളെ, അവരുടെ മുറുകളെ ഒപ്പണമേ കർത്താവേ. അവരെ മുറുകെ പിടിച്ച് അവിടുന്ന് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ സ്വർഗീയ പിതാവേ, ആമേൻ.